ഡബ്ബിംഗ് രംഗത്ത് 5 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഭാഗ്യലക്ഷ്മി. ചെറുപ്രായത്തിൽ തന്നെ ഡബ്ബിംഗ് രംഗത്ത് ചുവടുവെച്ച ഭാഗ്യലക്ഷ്മി മലയാളം, തമിഴ് ഭാഷകളിലായി നിരവധി സിനിമകൾക്ക് ശബ്ദം നൽകി. 3 തവണ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന അവാർഡുകളും ഭാഗ്യലക്ഷ്മി സ്വന്തമാക്കി. അഭിനയത്തിലും ഭാഗ്യലക്ഷ്മി തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. മോഹൻലാൽ അഭിനയിച്ച ആദ്യ ചിത്രമായ തിരുനോട്ടത്തിലും നായികാ നടിക്ക് ഡബ്ബ് ചെയ്തത് ഭാഗ്യലക്ഷ്മിയായിരുന്നു. എന്നാൽ ചിത്രം വെളിച്ചം കണ്ടില്ല. ആ സിനിമയിൽ മോഹൻലാലിന് ഡബ്ബിംഗ് പഠിപ്പിച്ചു കൊടുത്തത് താനായിരുന്നുവെന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മി. ആ സിനിമയിലാണ് താൻ ആദ്യമായി നായികമാർക്ക് ഡബ്ബ് ചെയ്യുന്നത്. ഭാഗ്യലക്ഷ്മി പറഞ്ഞു, തിരുനോട്ടത്തിലേക്ക് തന്നെ വിളിക്കുവാൻ വന്നവരിൽ നിർമ്മാതാവ് സുരേഷ് കുമാറും സംവിധായകൻ പ്രിയദർശനുമൊപ്പം മോഹൻലാലും ഉണ്ടായിരുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു. ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ താൻ നായികയ്ക്ക് ഡബ്ബ് ചെയ്യുന്നത് മോഹൻലാൽ നോക്കി നിന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ക്യാൻ ചാനൽ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി. അതുവരെ സൈഡ് റോൾ ചെയ്യുന്നവർക്ക് മാത്രമേ ഡബ്ബ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. 750 രൂപയായിരുന്നു അന്നത്തെ പ്രതിഫലം. ഡബ്ബിങ്ങിന് വേണ്ടി സ്റ്റുഡിയോയിലെത്തി ഞാൻ ഡബ്ബ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഡബ്ബ് ചെയ്യുന്നത് മോഹൻലാൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഓരോ സീനിനും എങ്ങനെയാണ് ശബ്ദം കൊടുക്കേണ്ടത് എന്ന് നോക്കി പഠിക്കുകയായിരുന്നു അയാൾ. ലാലിന്റെ സീൻ എത്തിയപ്പോൾ എന്നോട് ഓരോ സംശയം ചോദിച്ചു തീർത്താണ് ഡബ്ബ് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടോ ആ സിനിമ റിലീസായില്ല. അന്ന് ഞാൻ വിഷമിച്ചു. കാരണം ആദ്യമായി നായികയ്ക്ക് ഡബ്ബ് ചെയ്ത സിനിമയെപ്പറ്റി ആരും അറിഞ്ഞില്ല, ഭാഗ്യലക്ഷ്മി പറഞ്ഞു.